കോടതിയിലേക്ക് ഓടിപ്പോകുന്നവരാണല്ലോ. എന്തേ ഇതിനകത്ത് കോടതിയിൽ പോകാതിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത എല്ലാ കേസുകളും നീതിന്യായ പീഠത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അനുഭവമില്ലേ? K4 ആകാം, അല്ലെങ്കിൽ ക്യാമറയാകാം, ഏത് കേസുകളാണെങ്കിലും പ്രതിപക്ഷ മേധാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് ഞങ്ങളല്ല. അവരെ കൊണ്ടിരുത്തിയാൽ നമുക്ക് ചർച്ച ചെയ്യാം. അവരെ കൊണ്ടിരുത്തിയാൽ മതി എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാർ. അപ്പൊ ഇത്രയും കഴിവുകെട്ട പ്രതിപക്ഷം ശരിയായ രൂപത്തിൽ ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട വശീകരണാത്മകമായ പ്രതിപക്ഷം കേരളത്തിനെതിരാണ് സാർ. ഇവർ ഞങ്ങൾക്കെതിരല്ല, ഇവർ കേരളത്തിനെതിരാണ്. കേരളത്തിന്റെ എല്ലാ മല്ല പദ്ധതികൾക്കും എതിരാണ്. വയനാടൻ തുരങ്കപാത പറ്റില്ല, ദേശീയപാത വീതി കൂട്ടൽ പറ്റില്ല, വിഴിഞ്ഞം തുറമുഖം പറ്റില്ല, കിഫ്ബി പറ്റില്ല, അതേപോലെ തന്നെ ലൈഫ് പദ്ധതി പറ്റില്ല. എല്ലാത്തിനെയും എതിർത്ത വശീകരണാത്മകമായ പ്രതിപക്ഷമാണ്. പാഠപുസ്തകം പാഠപുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് പാഠപുസ്തകം? ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയാണ്, എന്തിനാണ് ഈ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്? അത് ക്യാമറ അടച്ചുപൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള ഈ പ്രതിപക്ഷം കേരള സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരായി മാറാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ പെട്ടെന്ന് കുറച്ച് പറയാനുണ്ട് സർ. ബഹുമാന്യനായ ശ്രീ കെ ബാബു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്നൊക്കെ വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോ അദ്ദേഹവും പ്രഖ്യാപിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഉറപ്പായപ്പോ 2 ദിവസം അദ്ദേഹത്തിനൊരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ന് സഭ തീരുകയാണ് എന്നാണ്. സർ, ആരാണ് തീരുമാനിച്ചത് ഇന്ന് സഭ തീരാൻ പോകുന്നു എന്നത്? അല്ല, ബഹുമാന്യനായ ശ്രീ കെ ബാബു